ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടിപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഇതെനിക്ക് വന്ന ഒരു കമൻറ്റിൽ നിന്നും കമൻറ്റിൻ്റെ ഉത്തരമായിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് ഈ സംശയം ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. നിങ്ങൾ ചുരിദാർ തയ്ക്കുമ്പോൾ എപ്പോഴും ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടോ ചുരിദാർ, അല്ലെങ്കിൽ ഒത്തിരി ലൂസായി പോകുന്നുണ്ടോ? അപ്പം ടൈറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് ശരിയാവാത്തത് കൊണ്ടാണോ? അങ്ങനെ അത് നമുക്കൊന്ന് നോക്കാം, എന്താണ് അങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ നോർമലി ചുരിദാറിന് കട്ട് ചെയ്യാൻ വേണ്ടി മടക്കിയിട്ടിരിക്കുന്നത് പോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മുറിഞ്ഞ ഭാഗമാണ്, ഇവിടെ വന്നിട്ട് മുറിയാത്ത പോർഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അപ്പം ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് നോർമലി നമുക്കറിയാമല്ലോ, കൈക്കുഴിയും ഇങ്ങോട്ടേക്ക് ഒരു 6.5 ഇഞ്ച് കൈക്കുഴിയും നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊരു ബോക്സ് ആയിട്ട് തന്നെ നമ്മളിങ്ങനെ വരച്ചു. അപ്പം ഇതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യം മെഷർമെൻ്റ് എടുത്ത് തയ്ച്ചപ്പോൾ അത് വളരെ ടൈറ്റായി പോകുന്നു എന്നാണ് എനിക്കൊരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ചുറ്റിയല്ലേ ബോഡി മെഷർമെൻ്റ് എടുക്കുന്നത്, പുറത്തു കൂടിയിട്ട് അല്ലേ, നമ്മുടെ ഈ കൈക്കുഴിയുടെ ആ പോർഷനിൽ വെച്ചാണ് മെഷർമെൻ്റ് എടുക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന മെഷർമെൻറ്റ് ഇപ്പോൾ നിങ്ങളുടേത് 34 അല്ലെങ്കിൽ 36 ആണെന്ന് വിചാരിക്കുക. 36 ഇഞ്ചാണ് നിങ്ങളുടെ ചെസ്റ്റ് സൈസ്. ഓക്കെ, അപ്പോൾ ഈ 36 ഇഞ്ചിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ സാമാന്യം ടൈറ്റ് ആക്കിയിട്ട് ഒരു വിരൽ ഉള്ളിലേക്ക് ഇട്ട് വേണം നമ്മളെല്ലാം ഇങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ആ ഒരു വിരലിൻ്റെ ഗ്യാപ്പ് കൂടി ഇട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. നല്ല ടൈറ്റിൽ തന്നെ എടുത്തിട്ട് ഈ ഒരു വിരൽ ഉള്ളിലായിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയോട് ടച്ച് ചെയ്തിരിക്കണം. അങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നുകിൽ ഈ 36ൻ്റെ കൂടെ ഇവിടെ ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, ഈ 36 പ്ലസ് 4 ഇഞ്ച് ലൂസ് കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. 40 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 40നെ ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണെന്നറിയുമോ? അപ്പം 10 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ കൃത്യം 36 ഡിവൈഡഡ് ബൈ 4 നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 9 ഇഞ്ചേ കിട്ടുകയുള്ളൂ. ആ 9 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെയേ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവല്ല, ഒരല്പം ലൂസ് കൂടി ഇട്ട് വേണം മാർക്ക് ചെയ്യേണ്ടതല്ല ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ഈ ഒരു മെഷർമെൻറ്റ് 4 കൂട്ടിയിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ 4 പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡും ഉണ്ട്. ഇത് രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മളതൊന്ന് അല്പം ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. ഈ 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 9 ഇഞ്ച്. ഇത് നമ്മുടെ കൃത്യം അളവാണ്. ഓക്കെ, പ്ലസ് 1 ഇഞ്ച് നമ്മൾ ലൂസ് കൂടി ആഡ് ചെയ്താൽ നമുക്ക് 10 ഇഞ്ച് തന്നെ കിട്ടും. അപ്പോൾ ഈ 9 ഇഞ്ച് പ്ലസ് ഈ 9 ഇഞ്ച് കൃത്യം അളവും 1 ഇഞ്ച് നമ്മുടെ ലൂസാണ്. ലൂസ് കൂടി ആഡ് ചെയ്ത് വേണം നമ്മൾ എല്ലായ്പ്പോഴും ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ തയ്ക്കാൻ. ചുരിദാറിൽ നിന്ന് വേണ്ട. ചുരിദാറിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ആ കൃത്യം ചുരിദാറിൻ്റെ കറക്റ്റ് അളവുള്ള ഒരു ചുരിദാർ കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള കൃത്യം അളവുകൾ മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ ലൈനിങ് ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഈ 1 ഇഞ്ച് തന്നെ ലൂസ് ആഡ് ചെയ്യുക. അതായത് ഈ 4 ഇഞ്ച് തന്നെ ഫുൾ മെഷർമെൻറ്റിൻ്റെ കൂടെ 4 ഇഞ്ച് തന്നെ ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന 1/4 കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് തന്നെ വേണം ലൈനിങ് ക്ലോത്ത് ആണെങ്കിൽ, ലൈനിങ് ചുരിദാർ ആണെങ്കിൽ നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. അങ്ങനെയല്ല നിങ്ങൾ തയ്ക്കുന്നത് സാധാരണ ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ഇഞ്ചിന് പകരം 3 ഇഞ്ച് ആഡ് ചെയ്താലും മതി. അതായത് ഒന്നുകിൽ ഈ 9+1 എന്നുള്ള ഈ 1 ഇഞ്ചിന് പകരം 3/4 ഇഞ്ച് 3/4 3/4 ഇഞ്ച് ആഡ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നമ്മൾ ചിലപ്പോൾ തുണി വാഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴൊക്കെ കുറച്ചുകൂടി ടൈറ്റ്നസ് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത്. ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യണം എന്നില്ല, 3/4 ഇഞ്ച് ആഡ് ചെയ്താലും മതി. അതായത് +3, ഈ 4ന് പകരം 3 ആഡ് ചെയ്താലും മതി. ഇത് രണ്ടും സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ, 2 രീതിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കൃത്യം ബോഡി മെഷർമെൻറ്റിൽ, അതായത് നമ്മൾ കറക്റ്റ് ബോഡി ഫിറ്റായിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ
ഈ 3 ഇഞ്ച് ഞാൻ ആദ്യം 4 പറഞ്ഞു, പിന്നെ ലൈനിങ് ഇല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്താലും മതി. തുണി ചുരുങ്ങാത്ത തുണി കൂടി ആയിരിക്കണം കേട്ടോ. 2 ഇഞ്ച്, അതായത് ഈ 9+ ആദ്യം 1 പറഞ്ഞു, പിന്നെ ലൈനിങ് ഇല്ലെങ്കിൽ 3/4 എന്ന് പറഞ്ഞു, അതായത് ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ഇവിടെ 2 ആകുമ്പോൾ /4 വരുമ്പം 1/2 ഇഞ്ച് തന്നെ വരും. മനസ്സിലായല്ലോ അല്ലേ കണക്ക്? അപ്പം അതായത് 9.5 ഇഞ്ച് ആഡ് ചെയ്താലും മതി. പക്ഷേ ഒരു സാമാന്യം വണ്ണമുള്ളവരോ അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി ഈ 1 ഇഞ്ച് തന്നെ ആണ് ലൂസായിട്ട് ആഡ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മളിവിടെ കണ്ടോ, ഇപ്പോൾ ഈ 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക, 12 ഇഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 12 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. ചിലർ 1.5 ഇഞ്ചേ ആഡ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ 2 ഇഞ്ച് തന്നെയാണ് സ്റ്റിച്ചിങ് അലവൻസ് മുകളിൽ കൊടുക്കാറുള്ളത്. താഴേക്ക് വേസ്റ്റിൻ്റെ പോർഷൻ വരുമ്പോൾ 1.5, ഹിപ്പിൻ്റെ പോർഷൻ വരുമ്പോൾ കൃത്യമായിട്ട് 1 ഇഞ്ച് തന്നെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ 1.5 or 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്റ്റിച്ചിങ് അലവൻസ് എടുത്തുകൊള്ളുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആവില്ല. ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.